റിയാസ് ഖാൻ നമ്മളെ ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോമഡി കൊണ്ടുവന്നിട്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കോമഡി റിയാസ് ഖാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇത് നല്ല പടമാണ്. റാഫി സാറിൻ്റെയും നാഷിക്കയുടെയും നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാത്ത ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കോമഡി ഉണ്ടെങ്കിലും കോമഡി ഒരു അണ്ടർ കറണ്ടിൽ പോവുകയും ശരിക്കും ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു പടമാണ്. ശരിക്കും ഒരു നോൺ ലീനിയർ എഡിറ്റിങ്ങിൽ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത ഒരു സിനിമയാണ് വൺസ് അപ്പോൺ ടൈം ഇൻ കൊച്ചി. വർക്കൗട്ടായിരുന്നു, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അതെ ഫുൾ കോമഡി അല്ലാത്ത, അതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിനിമ സാധാരണ റാഫി സാറിൻ്റെയും നാഷിക്കയുടെയും പടങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നത്. ഇത് ഒരു ഫുൾ ലെങ്ത് കോമഡിയല്ല, പകരം കോമഡിയുടെ ഒരു അടിസ്ഥാനത്തിൽ ഒരു നല്ല ഒരു കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ് പറഞ്ഞതിനകത്ത്. രണ്ടുപേരും അടിപൊളിയായിരുന്നു. നായിക പുതുമുഖമല്ല, പക്ഷേ നായകൻ പുതുമുഖമാണ്. പക്ഷേ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അർജുൻ അശോക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അർജുൻ അശോക് ഒരു ടഫ് പോലീസ് ഓഫീസറുടെ ഒരു മാനറിസം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു തുടക്കം മുതലേ. ഇടയ്ക്കൊക്കെ അവസാനം മാത്രമാണ് ഒരു അല്പം സിനിമയുടെ ഒരു എൻഡിലൊരു ടോട്ടൽ ഫീൽ മാറുന്നിടത്ത് മാത്രമാണ് നമുക്ക് വേറൊരു പഴയ ഒരു അർജുൻ അശോകനെ കാണാൻ പറ്റിയത്. അതുമായിട്ട് ഡയലോഗ് ഡെലിവറിയിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ലൗഡാണ്, ഇത് കുറച്ചുകൂടി ഒതുക്കി സംസാരിക്കുന്നതാണ്. ആ ഒരു വ്യത്യാസം അർജുന അശോക് കീപ്പ് ചെയ്തിട്ടുണ്ട്. സംഗീതജ്ഞൻ്റെ പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് കല്യാണപ്പാട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട ഒരു പാട്ട് തന്നെയായിരുന്നു. എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നാദൃശയ്ക്ക് ഈ പടം അണിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അർജുൻ അശോകനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ എന്നാൽ നായകനായിട്ട് വന്ന മുബിൻ്റെ റോളും നല്ലതാണ്. ഒരു പുതുമുഖം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു പതർച്ചയോ അല്ലെങ്കിൽ നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ സിനിമ കാണുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിൽ ഒരു പതർച്ചയും കണ്ടില്ല. നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് സംവിധായകൻ്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാപ്പയായ റാഫിക്ക, അദ്ദേഹത്തിൻ്റെ കൊച്ചാപ്പ, അതായത് ബാപ്പയുടെ അനിയൻ ഷാഫിക്ക, നല്ലൊരു ഡയറക്ടർ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പതർച്ച കാണാനും സാധ്യതയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പുതുമുഖം ത്തിൻ്റെ ഒരു പതർച്ചയില്ലാതെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫുള്ളായിട്ട് നമ്മൾ എന്തായിരിക്കും അതിൻ്റെ അവസാനം അറിയാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന പടം കുഴപ്പമില്ല. പിന്നെ ആദർശക്കാലം പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ല. നല്ല ത്രില്ലിംഗ് ആണ്. ആദർശക്കാലം നമ്മളൊരു കോമഡി വിചാരിച്ച് ചെയ്യുന്നത് ഒരു വെറൈറ്റി സംഭവം, കുഴപ്പമില്ല, നല്ല പടം. പിന്നെ അതിൽ ആർട്ടിസ്റ്റുകളായിട്ട് പുതുമുഖങ്ങളുണ്ട്, അവരും നന്നായിട്ട് അഭിനയിച്ച്. പുതുമുഖമാണ്, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ലൊരു തന്മയത്വത്തോടുകൂടി ആൾ ചെയ്തിട്ടുണ്ട്.